لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരുപാട് സ്നേഹവും അതിലേറെ ബഹുമാനവും ഉള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ രഹസ്യത്തിലും ജീവിതത്തിൻ്റെ പരസ്യത്തിലും സ്വന്തം നഫ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉൾക്കൊണ്ടുകൊണ്ടും അനുധാവനം ചെയ്തുകൊണ്ടും ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അലങ്കാരം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് മക്കളെ സംബന്ധിച്ചാണ്. കൺകുളിർമയുള്ള ഭാര്യ, കൺകുളിർമയുള്ള ഇണ കാണുമ്പോഴും അവർ നമ്മുടെ മുമ്പിലൂടെ നടക്കുമ്പോഴും അവരെക്കുറിച്ച് ജീവിതത്തിൽ കേൾക്കുമ്പോഴുമെല്ലാം ഹൃദയത്തിന് ഉൾപ്പുളകമുണ്ടാവുകയും കണ്ണിന് കുളിർമയേകുകയും ചെയ്യുന്ന സന്താനങ്ങൾ എന്നത് വളരെ വളരെ ഗൗരവമായി ഖുർആൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇന്നത്തെ ഖുതുബ നിങ്ങൾ കേൾക്കണം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസത്തെ സ്വാഗതം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത്, പ്രാചീനവും അർവാചീനവുമായ ഭുവനപ്രശസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വേഗതയിൽ വിറ്റയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്.
എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി തെല്ലും തിന്മകൾ കടന്നു വരാത്ത, കാലത്തിന്റെ അനിവാര്യതയിൽ ശവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടി വരാത്ത, നേരെ ചൊവ്വയുള്ള വഴികളിലേക്ക് മാനവരാശിയെ നയിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യരചനകളിൽ അവകാശപ്പെടാനില്ലാത്ത ഒട്ടനവധി പ്രത്യേകതകൾ നിലനിൽക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അത് നബിയുടെ രചനയായിരുന്നു എന്ന് പറഞ്ഞാൽ ആട്ടിയൊടിക്കപ്പെടലുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപാട് സ്വീകരണങ്ങൾ അവിടെ ലഭിക്കുമായിരുന്നു. ആരാലും പ്രശംസിക്കപ്പെടുമായിരുന്നു. വലീദ് ഇബ്നു മുഗീറയെ കൊണ്ട് ലബീദിനെ പോലെയുള്ള, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലെയുള്ള, ഉമറുൽ ഖൈസിനെ പോലെയുള്ള സാഹിത്യ സാമ്രാട്ടുക്കൾ പ്രവാചകനെ അനുകൂലിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്. എനിക്കിതിൽ സ്വന്തമായ ഒരു അഭിപ്രായവുമില്ല. അല്ലാഹു വഹി നൽകുന്നതിനെ പിൻപറ്റുകയല്ലാതെ 16:46 അല്ല ഇറക്കിയതിനെ വിവരിക്കുക. 75 അധ്യായം 19 വചനം അള്ളയാണ് അതിനെ ബയാൻ ചെയ്തു കൊടുക്കുന്നത്. വഹി പ്രകാരം അള്ളാഹുവിന്റെ ദൂതൻ അത് വിശദീകരിച്ചു തരുന്നു എന്നതാണ് പ്രവാചകന്റെ വൃത്തി. 24 അധ്യായം 54 വചനമാണ്. പ്രവാചകന്റെ ദൗത്യം എത്തിച്ചു കൊടുക്കലാണ്. ആർക്കും ഹിദായത്ത് നൽകാൻ പ്രവാചകന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകരെ ഹിദായത്ത് തരണേ എന്ന് ചോദിക്കാൻ നമുക്ക് വകുപ്പില്ല. അങ്ങനെയാണെങ്കിൽ നബി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മുത്താബയുടെ കാര്യത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. പറഞ്ഞില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത് എന്ത്? നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ, നീ ഹുബ്ബ് വെച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധ്യല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. സൂറത്തുൽ ഖസസിലെ 28 അധ്യായം 56 വചനം. എത്ര മനോഹരമാണ്. ഇല്ല നബിയെ, നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല നബിയെ. ഹിദായത്ത് അല്ലാഹ്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. അല്ലേ സൃഷ്ടികളോട് പറഞ്ഞുകൂടായിരുന്നോ? അമ്പിയാക്കളോട് പറഞ്ഞുകൂടായിരുന്നോ? ഔലിയാക്കളോട് പറഞ്ഞുകൂടായിരുന്നോ? മൺമറഞ്ഞു പോയ ഖബറാളികളിലെ ഔലിയാക്കളോട് ഇന്നത്തെ ഉമ്മത്ത്, പിഴച്ച സമുദായം, പിഴപ്പിക്കുന്ന പണ്ഡിത സഭ, അവർക്കൊക്കെയും അങ്ങനെ ആകാമായിരുന്നല്ലോ. പക്ഷെ അതില്ല. മറിച്ച് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഹുബ്ബ് വെച്ചവരെ താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നബിയെ. പിതൃവ്യനോട് ഒരുപാട് സ്നേഹമാണ് നബിയെ. പക്ഷെ ഹിദായത്ത് നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതല്ലോ. നിങ്ങൾക്ക് സാധ്യമായ ഒരു കാര്യവുമല്ല. ഹൃദയത്തെ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അനുകൂലമാക്കുക എന്നത് അങ്ങയുടെ ദൗത്യമല്ല. നേരെ മറിച്ച് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഇനി നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കാം. ഖുർആനിലെ 17 അധ്യായം 9 വചനം, സൂറത്ത് ഇസ്രായിലെ സൂറത്ത് കഹ്ഫ് നമ്മൾ ഓതും വെള്ളിയാഴ്ച. അതിന്റെ തൊട്ടപ്പുറത്തുള്ള അധ്യായം 17. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ ബാറക്നാ ഹൗലഹു തുടങ്ങിയിട്ടുള്ള അധ്യായം. അധ്യായത്തിന്റെ 9 വചനം അതിൽ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം മനുഷ്യരെ നയിക്കുന്നുണ്ട് എന്നാണ്. മാനവകുലത്തിൽ ഏത് റോളുള്ള ആളുകൾ, ഒരു പാപ്പ, ഞാൻ ഇന്ന് പറയുന്നത് പാപ്പ, ഉമ്മ, മക്കള്, ഒരു പ്രത്യേക രൂപത്തിലാണ് ആ വിഷയത്തെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
ഹെഡ് ചെയ്യും, ആലോചിക്കേണ്ടതുണ്ട്, സ്വയം കുറ്റപ്പെടുത്തേണ്ടതുണ്ട്, സ്വയം ദുഃഖിക്കേണ്ടതുണ്ട്, ഇന്നു മുതൽ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിലേറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഒരു ബാപ്പ വിചാരിക്കുകയാണ് ഏറ്റവും നല്ലൊരു പിതാവാകണം. ഞാൻ ഏത് പുസ്തകം വായിച്ചാലാണ് എനിക്കത് കഴിയുക, ഏത് പ്രസംഗം കേട്ടാലാണ് എനിക്കൊരു നല്ല ബാപ്പയാകാൻ കഴിയുക. ബേജാറാണ്ട, ഖുർആൻ മാത്രം വായിച്ചു. ഇന്ന് ഞാൻ പറയുന്ന ഖുർആൻ ആയത്ത് മാത്രം തഫ്സീർ വെച്ച് പഠിച്ചാൽ ഒരാൾക്ക് നല്ല ബാപ്പയാകാം. അതിനാണ് വളരെ പ്രധാനമായ കാര്യം ഫോക്കസ് ചെയ്യുന്നത്. ഉദാഹരണം, ഞാൻ വളരെ വേഗത്തിൽ വിഷയത്തിലേക്ക് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. സ്ഥിരം പരിചയമുള്ള ഒരു അധ്യായമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അധ്യായങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ ഈ ഉമ്മത്ത് കേടുന്നത്. നമ്മുടെ മക്കള് മദ്രസ പഠിക്കാത്തതുകൊണ്ടല്ലല്ലോ കഞ്ചാവ് പഠിക്കുന്നത്. നമ്മുടെ മക്കള് മദ്രസ പഠിക്കുന്നുണ്ടല്ലല്ലോ ഇവിടെ പ്രേമിച്ച് നടക്കുന്നത്. നമ്മുടെ മക്കള് ഖുർആൻ പഠിക്കാത്തത് കൊണ്ടല്ലല്ലോ പ്രണയിനിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നത്, കളവ് നടത്തുന്നത്, കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, കല്യാണത്തിൽ അനാവശ്യമായ അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, സംഗീതവും നൃത്തനൃത്യങ്ങളും ശരീരം മുഴുക്കെ എന്തൊക്കെയോ വാരിപ്പുരട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതും, സുന്ദരമായ അല്ലാഹു തന്ന കവിൾത്തടങ്ങളിൽ ചുണ്ടുകളിൽ പടച്ചോന ഹറാമാക്കിയ പലതും പരട്ടുന്നതും, കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കുന്നതും, പുരുഷന്മാരെ ആകർഷിക്കുന്നതും, വളരെ മോശമായ മനസ്സ് വെച്ച് പുലർത്തുന്നതും ഖുർആൻ വായിക്കാത്തത് കൊണ്ടോ മദ്രസയിൽ പഠിക്കാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഹഖ് തിലാവതിഹി, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഹഖായ പാരായണം, ഹഖ് തിലാവതിഹി, അത് ഒറിജിനലായി ഓതേണ്ട മുറപ്രകാരം, വജാഹിദു ഫില്ലാഹി ഹഖ് ജിഹാദിഹി, ജിഹാദ് നടത്തേണ്ട പ്രകാരം, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ് തുഖാതിഹി, തഖ്വ അതിന്റെ മുറപ്രകാരം സ്വീകരിക്കാത്തവർ. അതുകൊണ്ട് വളരെ ഗൗരവമായി നിങ്ങൾ കേട്ടു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയത്തിന്റെ കുറവുണ്ട്. 4-5 വാചകം, 12-ാം അധ്യായമാണ് സൂറത്ത് യൂസുഫ്. ഒരു ബാപ്പ ആരാകണം, ഒരു മകൻ എങ്ങനെയാകണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യായം. വളരെ കൗതുകം തോന്നുകയാണ്. ഈ അധ്യായം പലരും വായിച്ചിട്ടുണ്ട്, പക്ഷെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17-ാം അധ്യായം 82 പറയും, ഹൃദയത്തിന് ശമനമാണ് ജനങ്ങളെ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. നിങ്ങൾ സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യത്തെക്കാളും എത്ര ഖുർആനിന്റെ വചനം നിങ്ങൾ സമ്പാദിക്കുന്നു, ഹൃദയത്തിൽ എത്ര ഖുർആനിന്റെ വചനമുണ്ട്, എത്ര കടയുണ്ട്, എത്ര തോട്ടങ്ങളുണ്ട്, എത്ര തെങ്ങിൻ തോട്ടങ്ങളുണ്ട്, എത്ര കുരുമുളകുണ്ട്, എത്ര ഏലക്കാവുണ്ട്, എത്ര ഡബ്ബറുണ്ട് എന്നതൊന്നുമല്ല, എത്ര ഖുർആനിന്റെ വചനം. ഫബിദാലിക ഫൽയഫ്റഹൂ. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്, അതുകൊണ്ടാണ് നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത്. 10-ാം അധ്യായം 58-ാമത്തെ വചനം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് നോക്കിക്കേ. ഇത് കാല യൂസുഫ് ലി അബി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഒരു മകന്റെ പൂർണ്ണ പിക്ചർ. 12 മക്കള്. സാധാരണഗതിയിൽ ഒരു വീട്ടില് ജ്യേഷ്ഠാനുജന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യം പറയും. പാപ്പാനോട് പറയാതെ അവർ പരസ്പരം പറയും, എന്താ അപ്പ ഇങ്ങനെ, എന്താ അപ്പ ഇങ്ങനെ, അവര് പരസ്പരം പറയും. ബാപ്പാനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുക ജ്യേഷ്ഠാനുജന്മാരെ, പിന്നെ അവരവരുടെ കൂട്ടുകാരാണ്. എല്ലാവർക്കും ബോധ്യാണ് ഈ പറഞ്ഞ് വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ മാറ്റി നിർത്തി കണ്ടൊരു സ്വപ്നം ആദ്യമായിട്ട് പങ്കുവെക്കുന്ന ആരോടാ? ബാപ്പാനോടാണ്. എന്താ കാരണം? നിബന്ധനയില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന 2 ആളെ ലോകത്തുണ്ട്, ബാപ്പയും നിബന്ധന ഉണ്ടാവില്ല. ജ്യേഷ്ഠാനുജന്മാർക്ക് നിബന്ധന ഉണ്ടാവും, ബാപ്പാക്ക് ഉണ്ടാവില്ല, ഉമ്മാക്ക് ഉണ്ടാവില്ല. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളു. കാമുകിക്ക് ഉണ്ടാവില്ല, കാമുകൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? യൂസുഫ് നബി പറയാണ് ലി അബി, തന്റെ പിതാവിനോട്, യാ ബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇന്നി തീർച്ചയായും റഅയ്തു 11 കൗകബൻ വശംസു വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. സ്വപ്നം എന്താണെന്നറിയുമോ ഉപ്പ?
സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു വാപ്പാ. ഇവിടെ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? പറയേണ്ട മനസ്സിൽ വെച്ച് ഇവിടെ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഇവിടെ വലിയ അത്ഭുതമുണ്ട്. ഇവിടെ സയൻസ് ഉണ്ട്, ശാസ്ത്രമുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഈ ആയത്തിൽ എല്ലാം ഉണ്ട്. അതെങ്ങനെയാ മൗലവി? നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാ മൗലവി? കേട്ടോളൂ, നിങ്ങൾ എന്താ അവിടെ പറയുന്നത്? പടച്ചോനെ നോക്ക്, നിങ്ങളൊരു മകൻ പറയാണ് 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ആരാണ് ഇവിടെ സൂര്യൻ? സൂര്യനായി തഴുകിത്തലോടും. ഒരു പാട്ട് കേട്ടില്ലേ? ആ കവി ഏത് കാലത്ത് ജീവിച്ചാളാ? കഴിഞ്ഞ വർഷം ജീവിച്ച മനുഷ്യനാ. അയാൾ എന്താ പറഞ്ഞത്? സൂര്യനായി തഴുകിത്തലോടും. ആര്? സൂര്യനാണ് അച്ഛൻ. ഇവിടെ ആരാണ് സൂര്യൻ? ബാപ്പയാണ്. ഇവിടെ ആരാ ചന്ദ്രൻ? ബാപ്പാന്റെ പ്രകാശമേറ്റ് പ്രകാശിക്കുന്ന, ബാപ്പയിലൂടെ വളരുന്ന, ബാപ്പയിലൂടെ പ്രകാശം പരത്തുന്ന, ബാപ്പ പഠിപ്പിച്ചു കൊടുത്ത ഭർത്താവിന്റെ തണലിൽ ജീവിച്ച ഭാര്യ. ചന്ദ്രൻ അതാ സൂര്യന്റെ പ്രകാശമേറ്റ് പ്രകാശിക്കാൻ വിധിക്കപ്പെട്ട ചന്ദ്രൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ദ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ എന്ന് ഖുർആനെ പറ്റി പറഞ്ഞു. വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഇനി ബാപ്പാരാ? ബാപ്പയാണ്, യേശുവിന്റെ ബാപ്പയാണ്. അതല്ല ചോദിച്ചേ, ഈ ബാപ്പ ആരാണ്? ഒരു നബിയാണ്. അള്ളാഹുവിൽ നിന്ന് പലതും സ്വപ്നത്തിലൂടെ അറിയുന്ന ഒരു ബാപ്പ. ഈ സ്വപ്നം കേട്ട് ഓൺ ദ സ്പോട്ടിൽ ഞാൻ പറയുന്നത്, മക്കളോട് ഒരു ബാപ്പാനോട് എന്നത് പറയാൻ യൂസുഫ് നബി ഉമ്മാന്റെ അടുത്ത് ഭാഗത്ത് എന്താ? ഉമ്മാന്റെ അടുത്ത് ഭാഗത്ത് എന്താ? ബാപ്പയാകുന്ന സൂര്യന്റെ പ്രകാശിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനേക്കാൾ ക്വാളിറ്റി ബാപ്പാക്കാണ്. നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു നോക്ക്. ബാപ്പ ആരാകണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്തിനാ? വീടിന്റെ കെടാവളക്കായി, വീടിന്റെ ഉത്തരവാദിത്വമുള്ളവനായി എന്തിനാ ബാപ്പാനെ ഏൽപ്പിച്ചത്? അവിടുത്തെ എല്ലാ ഉത്തരവാദിത്വം അല്ലേ? സ്ത്രീകളുടെ, ഭാര്യയുടെ ഉത്തരവാദിത്വം. അധ്യായം 34 സൂറത്തുൽ നിസാ. അവിടെ ആരാ ബാപ്പ? സൂര്യനാണ്. സൂര്യന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സൂര്യനെ കൊണ്ടാ. മനസ്സിലായിട്ടില്ല? സൂര്യൻ ഉണ്ടെങ്കിലേ ഇവിടെ ചെടി വളരൂ, ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാവൂ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സൂര്യനും ചന്ദ്രനും ഇവിടെ നിലനിൽപ്പിന് ആധാരമാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരങ്ങളിൽ അത്ഭുതമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ സൂര്യനെയും ചന്ദ്രനെയും ഇവിടെ ഉപ്പ ഉമ്മ അല്ലാത്തൊരു പ്രയോഗമാണ്. എത്ര വിശദീകരിച്ചാലും മുൻപ് വരാത്ത മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെടുത്തൊന്നും പോയില്ല സ്വപ്നം പറയാൻ. ഞാനെന്നൊരു സ്വപ്നം കണ്ടിട്ട് പറഞ്ഞില്ല. വല്ലാത്തൊരു കൗതുക. കാരണം ബാപ്പാനോട് പറഞ്ഞ ബാപ്പ നിങ്ങളുടെ മാർഗദർശനം പറഞ്ഞു തരും. ബാപ്പ ആരാണ്? നബിയോട്. അതുകൊണ്ട് ബാപ്പാന്റെ അടുത്ത് എന്തിനു പോകാൻ പറയാം? ഇങ്ങനെ പറയാൻ ബാപ്പയിലേക്ക് മക്കൾക്ക് ആക്സസ് ഉണ്ടോ? ഒന്നാമത്തെ പോയിന്റാണ്. പിടിപ്പിക്കുന്ന ഒരുപാട് ബാപ്പാരില്ലേ? ഞാൻ പറയണേ, മറന്നു പോകാതിരിക്കാനാണ് പറയുന്നത്. ബാപ്പ മക്കൾക്ക് എന്റെ ബാപ്പ ജീവിച്ചു. എന്ത് കാര്യം ഞാൻ ആദ്യം ഉപ്പാനോട് പറയും. ചെറുപ്പത്തിലെ അങ്ങനെയാണ്, ഉപ്പ പഠിപ്പിച്ചോ അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ബാപ്പ പറയും. ഇനി ഉമ്മാന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും ഉമ്മ പറയും? ശരിക്കും നിങ്ങൾ ചിന്തിക്കും. അത് എന്നോടല്ല പറയേണ്ടത്, ജിപ്പനോട് പറഞ്ഞു. പക്ഷെ നമുക്ക് ആ ബോധം ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഭാര്യ പോലും മോനോട് പറയുന്നത് ബാപ്പന്റെ അടുത്ത് നമുക്ക് ഉമ്മാന്റെ സ്ഥാനം പോലും നമുക്കില്ല, വിലയില്ല. കാരണം ബാപ്പ വരുന്നെന്ന് പറഞ്ഞാൽ മക്കൾ ഓടി ഒളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് മക്കള് ബാപ്പാനെ ഓടി ഒളിക്കുന്നില്ല. പക്ഷെ ബാപ്പാന്റെ മുഖത്തൊക്കെ തോന്നിയാസം പറഞ്ഞു, എടാ പാടാന്ന് വരെ പറഞ്ഞാണ്, ദേശന്റെ മുനയെന്ന് വരെ പറഞ്ഞാണ്. തെറ്റിയല്ലേ? കാരണം അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ ബ്രെയിനും ഒക്കെ കഞ്ചാവ് നിന്നിട്ടുണ്ട്. അതാണ് പ്രധാനമായ ഒരു കാരണം. ലോകമാണോ കാണുന്നത്? പുതിയ ലോകമാണ് കാണുന്നത്, കാലമാണ് കാണുന്നത്. ഇവിടെ എന്താണ്? പിതാവിനോട് എനിക്ക് സുരക്ഷിതമായി പറയാമെന്നൊരു ബോധം ആ ചെറിയ കുട്ടിയിൽ ഉണ്ട്. എന്റെ ബാപ്പ കടിച്ചു കീറുന്ന ആളല്ല, എന്റെ അപ്പനോടാണ് ഇത് പറയേണ്ടത് എന്നുള്ള ബോധം. ഇനി ഞാൻ ചോദിക്കണം, അങ്ങനെ ഒരു ബാപ്പാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു മകൻ നമ്മളായി ആലോചിക്കണം. ഒന്നാമത്തെ. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു സൂര്യൻ. സൂര്യന്റെ പ്രത്യേകത ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, ചന്ദ്രന്റെ. കാരണം എന്റെ വിഷയം കുറച്ച് വൈകാൻ. ഈ സ്വപ്നം കേട്ട ഉടനെ ബാപ്പ പറയാം, പൊന്നു മോനെ. അപ്പോഴും വിളിക്കുന്ന എങ്ങനെയാണ്?
ശരിക്കും നമ്മൾ മക്കളെ ദജ്ജാല്, പണ്ടാരപ്പഹേന്, ഹറാം പറഞ്ഞവന് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഖുർആനിൽ എവിടെങ്കിലും ബാപ്പ കാഫറായിരുന്നിട്ട് പോലും യാ അബത്തി എന്നാണ് ഖുർആൻ നബി വിളിച്ചത്. യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട അച്ഛ. മര്യാദ പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. 19-ാം അധ്യായം 41 തൊട്ട് 48 വരെയുള്ള വചനം. 1-2 വചനോട് കൂടുതൽ പഠിച്ചാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഒക്കെ അങ്ങനെ വായിക്കുകയും വേണം. ഇവിടെ ബാപ്പ പറയണ, മോനെ ലാ തഖസ്സുസ്, നീ ഒരിക്കലും നിന്റെ ഈ സ്വപ്നം ഉണ്ടല്ലോ, ഈ കഥ, ഈ സംഭവം, ആ സ്വപ്നം നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിശദീകരിച്ച് കഥാരൂപത്തിൽ നീ നിന്റെ ബ്രദേഴ്സിനോട് അലായിക്ക, നിന്റെ സഹോദരങ്ങളോടും മണി ഇത് പറയരുത്. അസാധ്യമായ ഒരു പോയിന്റ് കുടികൊടുന്ന വാചകമാണ്. ഒരു ബാപ്പ സ്വന്തം മക്കൾക്കെതിരെ ഏറ്റവും ഇളയ മോനെ തിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ മക്കൾ നമ്മൾ തെറ്റാതിരിക്കേണ്ട ഒരു തന്ത്രം. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? ആദം നബിന്റെ ആദ്യത്തെ 2 മക്കളിൽ ജനിച്ചൊരു വികാരത്തിന്റെ പേരാണ് അസൂയ. ആദമിന്റെ ആദ്യത്തെ 2 മക്കളിൽ നിന്ന് അസൂയ ഉണ്ടെന്ന് പഠിച്ച ആളാണ് ഈ നബി. ഈ നബി പറഞ്ഞു കൊടുക്കണം, മോനെ ഇതൊരു വല്ലാത്ത സ്വപ്നമാണ്, ഭാവിയിൽ വരാൻ പോണേ, നിനക്ക് വരാൻ പോകുന്ന ഒരു ഖൈറാത്താണ്. അതെങ്ങാനും നീ വെളിവാക്കിയാൽ നിനക്ക് പരിക്ക് പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. അവര് നിന്റെ പേരിൽ കുതന്ത്രം പ്രയോഗിക്കും. മോനെ, ഒരു ബാപ്പ കണ്ട ഇടപെടേണ്ട, ഓൺ ദ സ്പോട്ടിൽ മകനൊരു കാര്യം പറയുന്നു, നീ അങ്ങോട്ട് പോ, ഞാൻ ഇവിടെ തിരക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. മിക്കവാറും നമ്മുടെ ആളുകൾ അങ്ങനെ ചിന്തിക്കും, ഓരോ ബാപ്പാരും ചിന്തിക്കും. ഞാൻ ഓരോ മൈന്യൂട്ട് തലത്തിലും പിടിച്ച് പറയും. നമ്മളെന്താ പറയാ, ഞാനിവിടെ ബിസിനസ്സിന്റെ തിരക്കില്ല, ഒരുപാട് കാര്യങ്ങൾ വൈകുന്നേരം നമ്മൾ ചെയ്തെടുക്കണ്ട, എൻ്റെ ഒരു റെക്കമെൻഡ്, എൻ്റെ ഒരു സ്വപ്നം. ചിന്തിക്കണേ, ഇന്നത്തെ ബാപ്പാരി ശരിക്കും ആലോചിക്കണേ. അവിടെയാണ് വീണ്ടും വീണ്ടും ആ മകനോട് പറയണ, മോനെ വിവരിച്ചു കൊടുക്കരുത് കേട്ടോ, പറയരുത് കേട്ടോ, അവര് നിന്റെ മേൽ കുതന്ത്രം പ്രവർത്തിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? മക്കളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, മക്കളത് സ്വയം ചെയ്യുന്നല്ല. ഇന്ന ശൈത്താനൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. മോനെ നബിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നബീന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ ചങ്ങായില്ലേ ലൈലത്തുല്ലാഹി അലൈഹി, ഓരോ നിന്റെ കാക്കമാരിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. അസൂയ പോലെയുള്ള തിന്മകൾ നിങ്ങളുടെ കൽപ്പിലിട്ടിരുന്നതിലെ മുഖ്യ സൂത്രധാരനാരാ? പിശാചാണ് മോനെ. അതുകൊണ്ട് ഇന്ന ശൈത്താൻ അദുവ്വുൻ മുബീൻ, ഇൻസാനിന് വ്യക്തമായ ശത്രുവാണ് മോനെ ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസ് അവരുടെ മനസ്സിൽ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവരുടെ ഹൃദയത്തിൽ പലതും ഉണ്ടാക്കും മോനെ. അതുകൊണ്ട് പൊന്നു മോനെ, നിങ്ങൾ ചിന്തിക്കും, ഒരു ബാപ്പ ആരാണ്? ചെറിയ കുട്ടിയായിരുന്നു യൂസുഫ്, കരളോർപ്പുണ്ടായിരുന്നില്ല. ബാപ്പ പറഞ്ഞത് അനുസരിക്കാനുള്ള കരളോർ. വലാത്ത ഖറബ ഹാദിഹി ശജറ, ആദം നബിയോട് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ കേൾക്കാൻ കഴിഞ്ഞു? ആദം നബിക്ക് ചിന്തിക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷേ യൂസുഫ് നബി പറഞ്ഞു, അസൂയ അവരിൽ ജന്മം കൊണ്ടു പൊട്ടക്കടലിലെത്തി. അത്രയും നിങ്ങൾ അവിടെ മനസ്സിൽ വെക്കുക, ബാക്കി പറയുക. ഇനി ഇതിന്റെ 2ാം ഘട്ടം, യൂസുഫിനെ പൊട്ടക്കടലിട്ട് മക്കൾ വന്നു. ഒരു ബാപ്പ ആരാണ് ഞാൻ പറയുന്നത്? ഒരു ബാപ്പാന്റെ പക്വതയാണ് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോൻ. കാരണം ആ നബി പലതും പറയുന്നുണ്ട്, ആ നബി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്ത ചില വിവരം എനിക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നു. സൂറത്ത് യൂസുഫ് ഫുള്ള് വായിച്ചാൽ കിട്ടുന്ന കാര്യം പറയുന്നത്. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ബാപ്പാന്റെ അടുത്ത് മക്കള് കുതന്ത്രം പ്രയോഗിച്ചു, പറഞ്ഞ പോലെ സംഭവിച്ചു. ബാപ്പ പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥ ഒരു മക്കൾക്കുണ്ടായാൽ സംഭവിക്കുന്ന കാര്യം അത് പഠിപ്പിച്ചത്. ഈ ഖുർആനിക അധ്യായത്തെ പറ്റി പറയണല്ലോ, ആയാത്തുല്ലി ചോദിക്കുന്നവർക്ക് ഇതിൽ എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട് ഈ കഥയിൽ. വലിയ ദൃഷ്ടാന്തമുള്ള ഒരു അധ്യായമാണ്, വലിയ ദൃഷ്ടാന്തമുള്ള ഒരു അധ്യായമായിട്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് മക്കളെ തന്ത്രം പ്രവർത്തിച്ച് സായാഹ്നത്തിൽ കരഞ്ഞോണ്ട് വന്നപ്പോ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ബാപ്പത് പ്രതീക്ഷയാണല്ലോ. ബാപ്പാക്ക് മനസ്സിലായി എന്താ സംഭവിച്ചത്, ആയതെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ സംഭവിച്ചു, സംഭവം വിചാരിച്ച പോലെ നടന്നു. അങ്ങനെ നടന്നപ്പോഴും ആ ബാപ്പ എന്താ പറയുന്നത്? ോട് പറയുന്നത്, ഒരു ബാപ്പാരാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പിശാചി എന്തോ തോന്നിച്ചു, നിങ്ങൾ എന്തോ ചെയ്തു ഉറപ്പാണ്. പക്ഷെ മക്കളെ, അതിന്റെ പേരിൽ നിങ്ങളോട് അക്ഷമനായി വാളെടുത്ത് കത്തിയെടുത്ത് നിങ്ങളെ പിന്നാലെ വരാൻ ഈ വാപ്പ തയ്യാറല്ല.
നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനും വാപ്പ തയ്യാറല്ല എന്ന് വിചാരിച്ച് എനിക്ക് ദുഃഖമല്ല നിങ്ങൾ കരുതരുത്. എനിക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം ഞാൻ നിങ്ങളോട് പങ്കുവെക്കണില്ല. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ആ ദുഃഖം പങ്കുവെക്കുകയാണ്. എന്റെ ദുഃഖങ്ങളും എന്റെ ഭാരങ്ങളും എന്റെ വ്യസനങ്ങളും ഹൃദയമറിയുന്ന ഹൃദയമറിയുന്ന എന്റെ റബ്ബിലേക്ക് ഞാൻ വെക്കുകയാണ്. 35 38 എന്റെ നാഥനിലേക്ക് ഞാൻ വെക്കുന്നു. എന്റെ വേദനകൾ ഞാൻ അല്ലാഹുവോട് എന്റെ വേദനകൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ ആകുലതകൾ, എന്റെ ഹൃദയവേദന ഞാൻ അല്ലാഹുവോട് പറയുമ്പോൾ ഒരു പാപ്പാരാണ്. ഞാൻ മദീശയോട് പറയുന്നില്ല, ഞാൻ മമ്പറതങ്ങളോട് പറയുന്നില്ല, ഞാൻ ഉള്ളാടതങ്ങളോട് പറയുന്നില്ല. ഞാൻ എന്റെ റബ്ബിനോട് പറയും. ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലി, എല്ലാ കാര്യവും പഠിച്ചവനോട്. ഖുർആന്റെ പഠനം ഇതല്ലാത്തൊരു പരാമർശമല്ല. വേവലാദികൾ, ആവലാദികൾ റബ്ബിനോട് പറയും. ആ അവലാദിയും വേവലാദിയും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഒരു ബാപ്പ തക്ക സമയത്ത് ഇടപെടുക തീർന്നില്ല. യാക്കൂബ് നബി ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല പക്വത, എല്ലാ സമയത്തും ഈ മക്കൾ യൂസുഫ് നബിന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോ ബാപ്പ വീണ്ടും ഇടപെടുന്നുണ്ട്. അതെന്താ? അസൂയ എന്നത്, കണ്ണേറ് എന്നത് മാരകമായ ഒരു സംഭവമാണ്. അത് മനസ്സിലാക്കിയ ഒരു നബി മനസ്സിലാക്കിയ കണ്ണേറുണ്ട് എന്നാണ്. നബിന്റെ അനുയായികൾ എന്ന് മനസ്സിലാക്കണം വേറെ വിഷയം. മുഹമ്മദ് നബിന്റെ അനുയായികളിൽപ്പെട്ട പലരും അത് നിഷേധിക്കുന്നു. പക്ഷെ നബിമാര് അത് അംഗീകരിക്കും. തഫ്സീർ മുഴുവനും അത് എഴുതുന്നു. മക്കൾ പോവുകയാണ്. ഒരു ബാപ്പാന്റെ സുന്ദരന്മാരായ 11 മക്കൾ അല്ലെ 10 മക്കൾ രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ബാപ്പ ഓരോ നിമിഷത്തിലും മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു പിതാവിനെ, മക്കൾ പോകുമ്പോ മറന്നുപോയല്ലോ എന്നല്ല, മക്കൾ പോകാൻ തയ്യാറായപ്പോ തന്നെ മക്കളെ നിൽക്കി രാജകൊട്ടാരത്തിൽ ഒരു വാതിലൂടെ നിങ്ങളെല്ലാരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവേശിക്കരുത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ബാപ്പാന്റെ സുന്ദരന്മാരായ 4 മക്കൾ ഒന്നിച്ച് നിന്നാൽ തന്നെ നോക്കടാ അയാളുടെ മക്കളെ കണ്ട മനസ്സിലായിക്കോളൂ. എല്ലാ മക്കളും കൂടി ഒരു വഴിയിലൂടെ, നിങ്ങൾ വ്യത്യസ്ത വഴിയിലൂടെ. അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചോളന്നില്ല. ഒരുപാട് ആളുകൾ കയറുന്ന കൂട്ടത്തിൽ ഒരു ബാപ്പാന്റെ മക്കളായി നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കയറുകയാണെങ്കിലോ, എന്തിനാ ഒരു നബി അങ്ങനെ പറഞ്ഞത്? എന്തിനാണത്? അതിനെ പറ്റിയാണ് ഉലമാക്കൾ മുഴുവനും അമാനമൂലയിലൂടെ കണ്ണേർ തട്ടും അത് വരാതിരിക്കാൻ എന്നായി. അതില്ലാന്ന് നിഷേധിക്കുന്നവനെ നിഷേധിക്കാം, അവൻ അങ്ങനെ ജീവിക്കാം. പക്ഷെ പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടില്ല. ഞങ്ങളിന്ന ദേവത്തിന്റെ ആളുകളായി ഞങ്ങളുടെ ആസ്ഥാനത്തിന്റെ പേര് ദേവാസ്ഥാനം എന്നായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിനപ്പുറത്ത് മർക്കസും അതിന്റെ അപ്പുറത്ത് ദേവയുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഖുർആനാ പറയുന്നത്. ഖുർആന്റെ നിഷേധികളായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ഇസ്ലാമിക സംഘം എന്ന് പറയാം. അള്ളാന്റെ ഗ്രന്ഥത്തെ നിഷേധിക്കുക, ഹദീസ് ഒന്നല്ല. അങ്ങനെ പറയാം. ഹദീസ് നിഷേധിക്കുന്ന ഒഴിവാക്കുക, ഖുർആൻ നിഷേധി. ഹദീസ് നിഷേധിക്കുന്നവനൊക്കെ ഖുർആൻ നിഷേധിക്കുക. അതവൻ ചെയ്യുന്ന ആദ്യത്തെ പണി ഖുർആന്റെ നിഷേധമാണ്. അതുകൊണ്ട് സ്വന്തം മക്കളോട് ഇതെല്ലാം കൽപ്പിച്ചിരുന്നു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എന്താ പറയുന്നത്? നമ്മളെല്ലാരും പറയുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് ദുബായ് പോയിട്ട് മല്ലടിക്കുന്നു, വർഷങ്ങളോളം ജോലി ചെയ്യുന്നു, ലീവ് തീരെ എടുക്കുന്നില്ല, മക്കൾക്ക് വേണ്ടിയാണ്. ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതാണോ അള്ളാഹ് ആവശ്യപ്പെട്ടത്? ദൂരെ നിന്ന് സമ്പാദിച്ച് പൈസ അയച്ചു കൊടുക്കുന്ന ഒരാള്, അതാണോ പാപ്പ? ശരിക്കും അതാണോ പാപ്പ? മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ബാപ്പ വരുന്നു, മക്കളപ്പോ ഉറങ്ങാണ്. ഭർത്താവ് വന്ന് കുളിമ്പല്ലടിച്ച് വാതിൽ കൊടുക്കുമ്പോ ഭാര്യനോട് ചോദിക്കണം എന്നറിയോ, മക്കൾ ഉറങ്ങിയോ? ഒരു നേരത്തെ ഉറങ്ങിയല്ലോ, എന്നറിയാലോ. ഒരു 9 മണിക്ക് മുമ്പിൽ ജീവിതത്തിൽ ഒരിക്കലും മക്കളെ കണ്ടിട്ടില്ല. അതായത് അയാളുടെ ജീവിതത്തിൽ രാത്രിയുടെ 8:30 മക്കളെ കണ്ട ഒറ്റ കാലമില്ല ലൈഫിലെ. അതായത് മനുഷ്യ ജീവിതത്തിന്റെ രാത്രി 8:30 മക്കളെ കാണാത്ത പിതാവ് ജീവിതത്തിൽ ഒരിക്കലും. ചിന്തിച്ചു അതിന്റെ ഗൗരവം മനസ്സിലായോ? ഞാൻ ചിന്തിച്ചിട്ട് ട്രെയിനിൽ എനിക്ക് ബേജാറ് തോന്നിപ്പോ ഈ വിഷയം മാത്രം ആലോചിച്ചിട്ട്. ജീവിതത്തിൽ ബാപ്പാനെ കാത്തിരിക്കുന്ന ഒരു മക്കളുണ്ടോ? അല്ലെ, എന്താ ബാപ്പ വന്നിട്ടേ ഉറങ്ങൂ. ഞങ്ങൾ ബാപ്പ വന്നിട്ടേ ഉറങ്ങും. ഉപ്പാന്റെ കൂടെ ഭക്ഷണം കഴിച്ച് 5 മിനിറ്റ് സംസാരിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങും എന്ന് പറയുന്ന മക്കൾ എത്രയുണ്ട്? രാവിലെ ബാപ്പ എണീറ്റ് പോയി, അപ്പൊ കുട്ടി ഉറങ്ങുക.
ഒരു വീട്ടിൽ തന്നെ 3-4 മാസം ബാപ്പയും മക്കളും കാണാത്തത്. എന്നാ വീട്ടിൽ ബാപ്പല്ലേ? ഉണ്ട്. രാത്രിയിൽ എപ്പോ മക്കൾ ഉറങ്ങിയിട്ട് ബാപ്പ വീട്ടിലില്ലേ? ഉണ്ട്. മക്കൾ എഴുന്നേക്കുന്നതിന് മുമ്പ് പോയിട്ട് എന്നിട്ട് മക്കൾ 3 മാസം കഴിഞ്ഞിട്ട് വെച്ചിനെ ഇന്ന് എന്തോ കാലിലൊരു പരിക്കേറ്റിയുണ്ട്, കാല് ഒടിഞ്ഞു കൊണ്ടിരുന്നു, എന്നാ 2 ദിവസങ്ങളെ ഞങ്ങൾക്ക് കിട്ടുകയുമല്ലോ മക്കൾ പറയുന്നത്. മക്കൾ ആഗ്രഹിക്കുന്ന ബാപ്പാന്റെ സാന്നിധ്യം എത്ര കൊടുക്കാൻ കഴിയും? പ്രായത്തിന്റെ അങ്ങേയറ്റത്ത് അള്ളാഹിനോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഒരു മോനെ കിട്ടി, ഇസ്മായിലിനെ. ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇസ്മായിലിന്റെ കൂടെയായിരുന്നു ഇബ്രാഹിം നബി. കയ്യും പിടിച്ചു കൊണ്ടുപോയി പരിശുദ്ധ കഅബത്തിനടുത്താക്കുമ്പോ ഒരു തിരിഞ്ഞു നടത്തുണ്ട്, ചരിത്രത്തിലെ വികാരഭരിതമായ നടത്തും. ഹാജർ ചോദിക്കുകയാണ്, അല്ലാഹു അക്ബർ, ഏ ഇബ്രാഹിം. ആദ്യം ചോദിക്കുകയാണ്, ഇബ്രാഹിം, എന്നെയും ഈ കൈക്കുഞ്ഞിനെയും വിജനമായ ജലസ്രോതസ്സില്ലാത്ത, ജനവാസമില്ലാത്ത, ഒരു പട്ടിക്കടയില്ലാത്ത, ഒരു കൊച്ചു കുടിലില്ലാത്ത, ചീവീടുകളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന, യാത്രാ വഴികളിൽ യാത്ര ചെയ്യാൻ ആളുകളില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഒറ്റക്കാക്കി പോവുകയാണോ ഇബ്രാഹിം? ഇബ്രാഹിം നബി തിരിഞ്ഞെന്ന് കരയുന്നുണ്ട്, ഗദ്ഗത കണ്ഠനാകുന്നുണ്ട്, ഇടത്തൊണ്ട ഇടറുന്നുണ്ട്. ആവർത്തിച്ച് ഭാര്യ ചോദിച്ചപ്പോ അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ ഇബ്രാഹിം? ഒരു ഉമ്മാന്റെ വികാരമാണ്. അല്ലാഹ് പറഞ്ഞിട്ടാണ്, കുഴപ്പമില്ല, ഞങ്ങൾക്ക് പോയിക്കൂടി, അല്ലാഹ് പറഞ്ഞിട്ടാണെങ്കിൽ പോയിക്കൂടി. അംഗീകരിക്കുന്ന ഒരു ഭാര്യയാണ്. ഇബ്രാഹിം നബി വേദനിച്ചിട്ടുണ്ടെന്ന് ചരിത്രം, കരഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം, നെഞ്ചു വേദനിച്ചിട്ടുണ്ടെന്ന് ചരിത്രം. ഒരുപാട് കുട്ടികളെ കൂടെ പരലോകത്ത് നിർത്തിക്കൊടുത്തത് അതിന്റെ പേരില്ല. എന്നിട്ട് ഇബ്രാഹിം നബി പോവുകയാണ്. പോകുമ്പോ അല്ലാഹുവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പടച്ചോനെ, ജനല്ലാന്ന് എനിക്കറിയാം, പടച്ചോനെ വീടില്ലാന്ന് എനിക്കറിയാം, പടച്ചോനെ കുടിലില്ലാന്ന് എനിക്കറിയാം, പടച്ചോനെ വെള്ളമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ പടച്ചോനെ നിന്നെ ആരാധിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ എന്റെ മക്കൾ പോകാനാണ്, എന്റെ മക്കൾ നിസ്കരിക്കാനാണ്, എന്റെ മക്കളെ കഷ്ടപ്പെടുന്ന ഈ നാട്ടിൽ ഞാൻ കൊണ്ടാക്കിയത്. നമ്മളോ റോഡരികിൽ വീട് വേണം, കൊട്ടാരം വേണം, AC വേണം, മക്കൾ കോടി കാർ വേണം, മക്കൾക്ക് പള്ളി തൊട്ടടുത്തുണ്ടാകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എത്ര ബാപ്പാരുണ്ട് ഈ സദസ്സിൽ? ഇന്ത ബൈത്തിക്കൽ മുഹറം, ഈ പരിശുദ്ധ കഅബത്തിനടുത്ത് ഞാൻ എന്റെ മക്കളാക്കിയത് നിസ്കാരം നിലനിർത്താനാണ്. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇസ്മായിൽ നബിയെ പറ്റി പറയുന്നിടത്ത് എന്തുകൊണ്ട്? ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയെ കണ്ടു വളർന്നാണ്. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം അവരുടെ കുടുംബത്തോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും കൽപ്പിച്ചിരുന്നു. ആരാ ബാപ്പ? ഇതാണ് ബാപ്പ, ഇതാണ് ബാപ്പാരെ. ഈ ബാപ്പാരെ പഠിപ്പിച്ചു ഖുർആൻ. നമ്മുടെ അവസ്ഥ എവിടെ? നമ്മളെവിടെ എത്തി നിൽക്കുന്നു? ചിന്തിക്ക്. നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോലും മക്കളെ കൃത്യമായിട്ട് ചോദിക്കുന്ന പോലുമില്ല. എടി കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ? അറിയില്ല. അയാളെ മോള് നിസ്കരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അയാളെ കണ്ടിട്ടില്ല. മട്ടുപാവിലാണ്, സെക്കൻഡ് ഫ്ലോറിലാണ്. കുട്ടികൾ താഴോട്ട് വരുന്നില്ല. കേറിപ്പോയാ പിന്നെ വരുന്നത് ഉച്ചക്ക് 3 മണിക്ക് ചോറ് താനാ. 1 മണിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മ ചോറ്. 1000 തവണ വിളിച്ചിട്ടുണ്ട്, മോള് വന്നിട്ടില്ല, അനുസരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു തലമുറയാണ് ഇവിടെ വളരുന്നത്. ക്യാമ്പസ് ജില്ലാ കോൺഫറൻസ് വരികയാണ് മറ്റന്നാൾ ഞായറാഴ്ച. കാസർഗോഡ് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇൽമ് തേടി ഇറങ്ങിയവർ, ഭൗതിക വിദ്യാഭ്യാസം നേടിയവർ, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ജിയോഗ്രഫി പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിന്റെ ബേസിക് സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്, ആസ്ട്രോണമി പഠിച്ചിട്ടുണ്ട്, അനാട്ടമി പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്, കാർഡിയാക്കിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറാണ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറാണ്. പക്ഷെ നല്ലൊരു മകനാകാൻ പഠിച്ചില്ല, നല്ലൊരു പെരുമാറ്റം ഉണ്ടായില്ല, അന്താരെ സ്വീകരിച്ചില്ല. യുക്തിവാദിയായി ലിബറലായി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ അല്ലാതെ അല്ലാഹുവിനെ പേടിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ള മക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞോ? നോക്കൂ, സൂറത്ത് ബഖറ 2-ാം അധ്യായം 132-ാമത്തെ വചനം. 131 എന്താണ്? എല്ലാവർക്കും അറിയാം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഓ ഇബ്രാഹിം, സമ്പൂർണ്ണമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഇച്ഛ പിൻപറ്റാതെ, അതാണ് ദേഹേച്ഛക്കൊട്ടും സ്ഥാനമില്ലാതെ, ഇബ്ലീസിനൊട്ടും സ്ഥാനമില്ലാതെ റബ്ബിനെ കൽബിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇബ്രാഹിം പൂർണ്ണനായ മുസ്ലിമാകി. ഇബ്രാഹിം ഒരു സങ്കോചവുമില്ലാതെ ഇച്ഛയെ മാറ്റിവെച്ച്, ഇബ്ലീസിനെ മാറ്റിവെച്ച് നമ്മുടെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഖാല
അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ നാഥ ഞാൻ എന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്നിൽ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. തീർന്നില്ല. ഈ 131 സ്വയം കീഴടങ്ങുന്ന മാത്രമല്ല, സ്വയം കീഴടങ്ങണേ, അള്ളാഹ്ക്ക് സറണ്ടർ ആകണേ, അള്ളാഹിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കണേ എന്ന് സ്വന്തം ജീവിതത്തോട് മാത്രമല്ല മക്കളോടും. അടുത്ത വാചകത ചിന്തിക്ക്. ബാപ്പ സുജൂദ് ചെയ്യുക മാത്രമല്ല, ബാപ്പ അബൂ ഹുറൈറ മോളോട് പറയുന്ന ഒരു വാചകമുണ്ട്. മോള് വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, എനിക്ക് സ്വർണ്ണമില്ല, ബാക്കിയുള്ള കൂട്ടുകാരികൾക്കൊക്കെ സ്വർണ്ണുണ്ട്, നിനക്കെന്താ നിന്റെ ഉപ്പ സ്വർണം വാങ്ങിത്തരാത്തത്? അതിന് അബൂ ഹുറൈറ എന്ന പിതാവ് പറയുന്ന മറുപടി, ആര് പറഞ്ഞു മോളെ, ദുനിയാവിൽ സ്വർണ്ണാഭരണം ധരിക്കുന്നവർക്ക് ആഖിറത്തിൽ സ്വർണ്ണാഭരണം ഉണ്ടാവില്ല. കയ്യിൽ വളയും കാതിൽ ചെയിനും കാതിൽ കമ്മലുമുള്ള ഒരു ലോകമുണ്ട് മോളെ, സ്വർഗം. അവിടേക്ക് വേണ്ടി നിനക്ക് ഞാൻ ആഭരണം ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടി കൗതുകത്തോട് ചോദിച്ചു, എവിടെയത്? മോളെ, നിന്നെ ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്നില്ലേ, ആ തഹജ്ജുദ് നിന്നെ സ്വർഗത്തിലെത്തിക്കും. അവിടെ ആഭരണങ്ങൾ അറിയിക്കപ്പെടും. അതിനോളം മഹത്വമില്ല മോളെ, മനുഷ്യന്റെ സ്പർശനമുള്ള സ്വർണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കേട്ടിട്ടുണ്ടോ ചരിത്രം? ബാപ്പ മക്കൾക്ക് സ്വർണം കരുതി ദുനിയാവിലല്ല ആഖിറത്തില്. പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അബൂ ദുജാന സുബൈ നിസ്കാരം കഴിഞ്ഞു, ഞാൻ ഒരുപാട് സദസ്സ് പറഞ്ഞതാ. അബൂ ദുജാന സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. ദിനങ്ങൾ കുറച്ച് പിന്നിട്ടപ്പോ സ്വഹാബത്തെ പിടിച്ചു വെച്ചു. യാ അബൂ ദുജാന, എവിടേക്കാണ്? സലാം വീട്ടിയ ഉടനെ ദിക്റില്ല, ദുആ ഇല്ല, പ്രാർത്ഥന ഇല്ല, ഒന്നുമില്ല, പള്ളിയിൽ നിന്ന് വേഗം പോണത്. അദ്ദേഹം പറഞ്ഞു, അതോ ദിക്റും ദുആയും പ്രാർത്ഥനയുമായി ഞാൻ ഇവിടെ കഴിഞ്ഞാൽ എന്റെ പിഞ്ചു വൈദ്യങ്ങൾ ഹറാമ് തിന്നാനുള്ള സാധ്യതയുണ്ട്. എന്താ കാരണം? എന്റെ അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു ഈത്തപ്പനയുണ്ട്, അത് നിറയെ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം എന്റെ മുറ്റത്താ വീഴുന്നത്. എന്റെ പിഞ്ചു പൈതങ്ങൾ നേരത്തെ എണീറ്റ് മുറ്റത്തുനിന്ന് ആരാന്റെ ഒരു ഈത്തപ്പഴം തിന്നാൽ അവർ വയറിൽ നിറക്കുന്നത് നരകമാണ്. ഒരു ബാപ്പ എന്ന നിലക്ക് എന്നെ മാത്രമല്ല എന്റെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നോർത്ത സ്വഹാബി. നാം ഇവിടെ നിൽക്കുന്നു ഒരു ഈത്തപ്പഴത്തിന്റെ കാര്യത്തിൽ. മക്കളെ ഹറാമ് തിന്നരുത്. നമ്മുടെ മക്കൾക്ക് ഹറാമാണെന്ന് കൊടുത്ത്, കള്ള സമ്പാദ്യാണെന്ന് കൊടുത്ത്, അറബിനെ പറ്റിച്ചുണ്ടാക്കിയ ദൃഹമുണ്ടാ കുട്ടിക്ക് മാല വായി കൊടുത്ത് ബുദ്ധിയാർക്കുണ്ടാവോ? ഉണ്ടാവോ? മക്കൾ തിന്നതും തടിച്ചതും ഡോക്ടറായതും എഞ്ചിനീയർ ആയതും ആരാനെ പറ്റിച്ച പൈസയാണെങ്കിൽ, പലിശക്കെടുത്തതാണെങ്കിൽ എങ്ങനെ 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 ഇതുപോലുള്ള പിതാക്കന്മാരാകാൻ കഴിയും? ഇനി കേട്ടോ, ഇബ്രാഹിം നബി ഇബ്രാഹിം ബനി നോക്കൂ, അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു എന്താണ്? യാക്കൂബ് നബിയും പറഞ്ഞു, എന്ത് പറയുന്നത്? എന്റെ പൊന്നുമക്കളെ, എന്റെ മക്കളെ, അല്ലാഹു നമുക്ക് തിരഞ്ഞെടുത്തത് ദീനുൽ ഇസ്ലാമാണ്, ലിബറലിസം അല്ല, ഫ്രീ തിങ്കേഴ്സ് അല്ല, യുക്തിവാദമല്ല. മക്കളെ, എന്നിട്ട് ചോദിക്കണം, മക്കളെ, അല്ലാഹ് തിരഞ്ഞെടുത്തു തന്ന ഈ ദീനിനെ, അല്ലാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശുദ്ധമായി തിരഞ്ഞെടുത്തു തന്നു. അതിനാൽ അല്ലാഹുവിനെ കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ എന്റെ പൊന്നുമോനെ, നീ ലിബറലാകരുത്, നീ ഒരു തോന്നിയസിയാകരുത്. കേരളത്തിന്റെ ക്യാമ്പസിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന വിദ്യാർത്ഥി സംഘടന അവർ പിഴച്ചവരാണ് മോനെ എന്ന് ഇബ്രാഹിം നബിന്റെ കാലത്താ പഠിപ്പിക്കുന്നത്. ഏതാ സംഘടന ഞാൻ പറയാതെ എനിക്ക് മനസ്സിലായി. ലോകത്തിലെ ഏറ്റവും അറുവിന്തിരിപ്പൻ വിദ്യാർത്ഥി സംഘടന. ആകാശത്തിന്റെ ചുവട്ടിൽ മാനവരാശി രൂപപ്പെട്ടതിന് ശേഷം ഇത്ര നീചമായ ഒരു വിദ്യാർത്ഥി സംഘടന ആകാശത്തിന്റെ ചുവട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. ഉടുതുണി ഉരിയിപ്പിക്കുന്ന പ്രസ്ഥാനം, ആണിനെ കല്യാണം കഴിപ്പിക്കുന്ന പ്രസ്ഥാനം, പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്ന പ്രസ്ഥാനം, ക്യാമ്പസിൽ ലൈംഗികത അരാജകത്വം അരങ്ങ് തകർക്കാൻ വേണ്ടി കരുക്കം നീക്കുന്ന പ്രസ്ഥാനം, മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടുന്ന പ്രസ്ഥാനം, ഒരു വിദ്യാർത്ഥി സംഘടന. അതിന്റെ ഏഴയത്ത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ആ വിദ്യാർത്ഥി സംഘടന പിടിമുറുക്കി എന്ന് ഉറപ്പുള്ള ക്യാമ്പസിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കൽ പോലും പാപമാണ്. എന്റെ കുട്ടി ഹറാമ് മാത്രം പഠിപ്പിക്കുന്ന ഒരു വിദ്യ. നിങ്ങളുടെ ലോകത്ത് പലതും കെട്ടി നമ്മൾ ഞെട്ടാറില്ലേ? മോനെ, നീ ക്യാമ്പസിൽ ഏത് വിദ്യാർത്ഥി സംഘം? ഞാൻ എന്നരുത്, അതോടുകൂടി പഠിപ്പം നിർത്തിച്ചാൽ മതി. അല്ല, നിന്റെ കുട്ടി നരകത്തില്ല, ഉറപ്പിച്ചു. ഓൻ അതിലാണോ? ഓൻ ഫ്രീ തിങ്കേഴ്സ് ആവും, ഓൻ തോന്നിയാസിയോ, ഓൻ കഞ്ചാവിന് അടിമയോ, ഓൻ കല്ലിന് അടിമയോ, ഓൻ അമ്മനെ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ വരും.
കാരണം അവരുടെ നേതാക്കന്മാർ പ്രസംഗിച്ചാണ്. 90 ബിഗ് ബസ് ലാൻഡിൽ അമ്മ അനുവദിച്ച ബെഡ്റൂം കയറിക്ക് അമ്മന്റെ ബാപ്പല്ലാത്ത ദിവസം അത് പരസ്യമായി മലയാളക്കരയിൽ പ്രസംഗിച്ചവരാ ആ പാർട്ടിക്കാർ. ക്ഷമിക്കണം, മക്കളുടെ കാര്യത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നവർ കരുതിക്കും. ഇബ്രാഹിം നബി എങ്ങനെയാ മോനെ വെള്ളത്തിൽ മുങ്ങിത്താകുമ്പോൾ പോലും എത്ര തവണയാണ് 950 വർഷത്തിൽ എത്ര തവണയാണ് മോനോട് തൗഹീദ് പറഞ്ഞത്? മോനെ മോനെ. മഹാനായ നൂഹ് നബിയുടെ മകൻ ഫ്രീ തിങ്കേഴ്സ് ആയിരുന്നു, യുക്തിവാദിയായിരുന്നു. എന്ത് പഠിച്ചോൻ? ഏത് മരണാനന്തരം, ഏത് ജീവിതം, വെള്ളപ്പൊക്കം വന്ന് മുങ്ങി നശിപ്പിക്കുമ്പോൾ പോലും യുക്തിവാദം പ്രസംഗിച്ച ആളാ നൂഹ് നബിയുടെ മകൻ. അപ്പോൾ പോലും ഒരു ബാപ്പ എന്ന നിലയിൽ മോനെ ഈ കപ്പലിൽ കയറിക്കോ, ഫിർഖത്തുൻ നാജിയിൽ കയറിക്കോ മോനെ, നരകം ഭയാനകരമാണ് മോനെ എന്ന് എത്രത്തോളം അറിയോ? മകൻ മരിച്ചിട്ട് പോലും, മകൻ മരിച്ചു എന്ന് ഉറപ്പായിട്ട് പോലും ആ മകന് വേണ്ടി അള്ളാഹുവോട് വാദിക്കുന്ന ഒരു നൂഹ് നബിയെ വേദഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു. ഒരു ബാപ്പാന്റെ മനസ്സ് മക്കൾക്ക് വേണ്ടി എത്ര വെമ്പൽ കൊണ്ടിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഖുതുബ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്വസ്ഥായിട്ട് ഇരുന്ന് കേട്ടു. ഹൃദയമുള്ളവൻ തകർന്നു. ബാപ്പയായിക്കൂടെ ഇനി മുതൽ, ഇതുവരെ ബാപ്പയായിട്ടില്ലെങ്കിൽ അഡ്രസ്സിൽ ബാപ്പ എന്ന് പേര് എഴുതിയിട്ടുണ്ടാവും, ഗാർഡിയൻ ആരാണ്, ഫാദറിന്റെ പേര്. പക്ഷെ യഥാർത്ഥ ഖുർആനിക പരിപ്രേക്ഷ്യത്തിലെ ബാപ്പ എന്താണ്? ഖുർആൻ ബാപ്പ ആരാണെന്ന് പറഞ്ഞ ബാപ്പായിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞ ബാപ്പാനോട് മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ പ്രകാരം ബാപ്പയായാൽ തീർച്ചയായിട്ടും മക്കൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. കട്ടക്ക് കട്ട. അതുകൊണ്ടാണ് കഴുത്തറക്കാൻ പറഞ്ഞപ്പോ ബാപ്പായെ എന്താ ധൃതി കാണിക്കാത്ത ഓടിയാണ്. ഇസ്മായിൽ ഓടിയിട്ട് ബാപ്പാക്ക് തൊട്ടുകൂടെ എത്താതെ അവസ്ഥ ഉണ്ടായിരുന്നു. ചില തഫ്സീറിൽ കാണാം, ഓടുക ഒരു മകൻ, ബാപ്പ കഴുത്ത് കത്തി വെക്കുന്നത് വേഗാകട്ടെ, ഉടനെ കഴുത്തന്റെ നിറക്കൂ ബാപ്പ. എന്താ ഇബ്രാഹിം നബി കഴുത്ത് കത്തിച്ച ആ മകൻ ഉറപ്പായി ആ കത്തി വെക്കൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹു കത്തന് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി ഘടകം ക്യാമ്പസ് കോൺഫറൻസ്, കാസർഗോഡ് ജില്ലയുടെ ക്യാമ്പസ് കോൺഫറൻസ്, ഇതിൻ്റെ വെളിയിൽ അതിൻ്റെ ഡീറ്റെയിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ബസ് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബസ് പുറപ്പെടുന്ന സമയം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിന് ഉത്തരവാദിത്തപ്പെടുത്തിയവരോട് ചോദിച്ച് സ്വന്തം മക്കൾക്ക് വേണ്ടി. എൻ്റെ മകൻ ആ ക്യാമ്പസ് കോൺഫറൻസിന്റെ മുന്നിൽ ഞാൻ എൻ്റെ കാറിലിരുത്തി ഞാൻ അവിടെ കൊണ്ടുപോകും, അല്ലെ എന്റെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് പുറപ്പെടുന്ന ബസ്സിലെ മുന്നിൽ അവരെ ഇരുത്തി ഞാൻ കൊണ്ടുപോകും എന്ന് തീരുമാനം. എന്റെ മക്കളിൽ, ക്യാമ്പസിൽ പഠിക്കുന്ന എന്റെ മക്കളിൽ സാധ്യമാകുമെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഇരുത്തും എന്ന് പ്രതിജ്ഞയാണ്. കാബത്തിന്റെ അടുത്തേക്ക് 25,000 കിലോമീറ്റർ നടത്തിട്ടാണ് ഉണ്ടായത്. അത് അത്ഭുതം. അത് സമയമില്ലാത്തവർ 25,000 കിലോമീറ്റർ മോനെയും ഭാര്യയും കൊണ്ട് നടന്നിട്ടാണ് പോകുന്നത്. എന്തിന്? കാബത്തിന്റെ അടുത്താക്കാൻ മോനെ. നമ്മളോ 2 കിലോമീറ്റർ ഉണ്ടാക്കാൻ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള പരിപാടിക്ക് പോകും. നമ്മള് 25,000 കിലോമീറ്റർ ജിബ്രീലിന്റെ കൈ പിടിച്ചു. ഒരു റിപ്പോർട്ടിൽ ഇബ്രാഹിം നബി ജിബ്രീലിന്റെ കൈ പിടിച്ചു. മക്കളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി, ഈജിപ്ത് ഖുർആൻ ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അർദുൽ ഖുർആൻ 20,000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് രക്ഷിതാക്കൾ വന്ന് അവിടെ ഫ്ലാറ്റ് എടുത്ത് കൂടുക. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഖുർആനിന്റെ ഹിഫ്ളിന്, അത് പഠിക്കുന്നതിന്, ദിക്റുകൾ പഠിക്കുന്നതിന് അൽ ഫിത്ര എന്ന സങ്കല്പം ഈജിപ്തിലാണ് നടപ്പാക്കിയത്. അർദുൽ ഖുർആനില് അവിടെ വന്ന് താമസിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി മക്കൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി 20,000 വിദ്യാർത്ഥികൾ പഠിപ്പിച്ചോ, ദീന് പഠിപ്പിച്ചോ. അതിനുവേണ്ടി അന്നത്തെ ഈ ഖുതുബ ക്യാമ്പസ് കോൺഫറൻസ് നടക്കാനിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടന സ്റ്റേറ്റ് സമ്മേളനം നടക്കാനിരിക്കുന്നു. മെയ് മാസത്തിൽ വിപ്ലവമായിരിക്കണം. സകല ക്യാമ്പസുകളും ഇളകി മറിയണം. സകല യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ കോട്ടക്കൊത്തളങ്ങൾ ജ്ഞാനം എന്തുകൊണ്ട് ഉജ്ജ്വലമാകണം. ചാച്ചുല്യമാനമായ ദൈവിക ദർശനത്തിന്റെ സംസ്കാരത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു പിടിക്കും. ആരാണ് ബാപ്പ, ആരാണ് മോൻ, ആരാണ് അധ്യാപകൻ, ആരാണ് പ്രിൻസിപ്പൽ, ആരാണ് സ്റ്റുഡൻസ്?
സ്വന്തത്തെ, കുടുംബത്തെ, രാഷ്ട്രത്തെ, ലോകത്തെ നയിക്കാൻ പോകുന്ന പ്രാപ്തിയുള്ള വലിയ വലിയ ചിന്തകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും രാഷ്ട്രീയ മീമാംസകന്മാരും ശാസ്ത്രകാരന്മാരും ഡോക്ടർമാരും നമുക്കുണ്ടാകണം. കഞ്ചാവില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത, സിന്തറ്റിക് ലഹരിയില്ലാത്ത, സ്വന്തം മാതാവിന്റെ കഴുത്തിൽ ലഹരി ഉപയോഗിച്ചെറുക്കാത്ത, ഇന്നത്തെ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാനെ കൊല്ലാത്ത, അമ്മയെ കൊല്ലാത്ത ദിവസം ഉണ്ടോ കഞ്ചാവ് അടിച്ചിട്ട്? അതുകൊണ്ട് ക്യാമ്പസ് കോൺഫറൻസ് അള്ള നിങ്ങൾക്ക് നൽകിയ ഗിഫ്റ്റാണ്. നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയുണ്ട്. എന്നും പിരിവാക്കാൻ പറയും. എന്നും ദീന് നടപ്പാക്കും, എന്നും പിരിവുണ്ടാവും. ദീൻ അവഗണിച്ച പിന്നെ എന്നും പിരിവുണ്ടാവും. സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ അടിമകളോടെന്ന് പറയാം, നിന്റെ ശരീരവും നിന്റെ സമ്പത്തും ഞാൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു. 9-ാം അധ്യായം. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു സംഖ്യ നമ്മുടെ ക്യാമ്പസ് സമ്മേളനത്തിന് വേണ്ടി ഇന്ന് അതിന്റെ പിരിവുണ്ട്, നമ്മുടെ മസ്ജിദിന്റെ പിരിവുണ്ട്, രണ്ടും ഉണ്ട്. മസ്ജിദിന് എല്ലാ ആഴ്ചയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില സ്പെഷ്യൽ കളക്ഷനുകൾ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഞാൻ അത് പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് നോമ്പാണ് വരുന്നത്, പിരിവിന്റെ ഉത്സവകാലമാണ്. അതുകൊണ്ട് മനസ്സിലെന്താക്കുക, 5 സെന്റ് ഭൂമി വിറ്റ് പച്ച കീശയിൽ ഒരു മാസം സ്വർഗം നേടും. ഒരു ഈത്തപ്പനക്കീറുണ്ടെങ്കിലും അവർ സ്വർഗം നേടിക്കൊട്ടെ. അതെ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുന്നവർ ആ മുഹ്സിനീകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവർക്കാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. 3-ാം അധ്യായം 133, 134. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 29-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 272-ാമത്തെ വചനം. ഇതിലെല്ലാം പറയുന്നത് സമ്പത്ത് കൊടുത്തുള്ളി. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു തുക ക്യാമ്പസ് സമ്മേളനത്തിൽ കൊടുക്കുക. എല്ലാവരും അടുത്ത ആഴ്ച ഇതിനേക്കാൾ പ്രൗഢമായ ഒരു പിരിവുണ്ട്. നേരത്തെ പറയും, എന്നാ ഞങ്ങൾ വരുന്നില്ല എന്നാണോ തീക്കുളി പറവള്ളിയിലേക്ക് എല്ലാം കൊടുത്താൽ മതി. 100 രൂപയുള്ള മനസ്സറിൽ കൊടുക്കുക. അടുത്ത ആഴ്ചത്തേക്ക് 100 രൂപ എക്സ്ട്രാ കയ്യിൽ കൊണ്ടുവരിക. അത് അങ്ങനത്തെ ഒരു സംഗതിക്ക് വേണ്ടി അതുകൊണ്ട് എല്ലാവരും അതിൽ കരുതുക. ഇവിടെ ഇരുന്ന് ഈ ഖുതുബ ഘട്ടം മുഴുവൻ ആണുങ്ങളോടും മുഴുവൻ പുരുഷന്മാരോടും സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, ഖുർആൻ ഈ പറഞ്ഞ ബാപ്പയാകാൻ, അവസരത്തിനൊത്ത് മക്കളുടെ കൂടെ ഇരിക്കാൻ, മക്കളുടെ കൂടെ നടക്കാൻ, മക്കളോട് കൊഞ്ചാൻ, മക്കളോട് അല്പം തമാശയായി പെരുമാറാൻ, മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, ചെറിയ കുട്ടിയുടെ കൂടെ ഫുട്ബോൾ കളിച്ചു കൊടുക്കാൻ ബാപ്പ എന്ന നിലക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ചിന്ത നമുക്കില്ലെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, നമ്മളെക്കാൾ കൂടുതൽ ടൈം അവരുടെ സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടുകാരുടെ കൂടെയാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞല്ലോ, കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്റെ മോനെ. പരിശുദ്ധമായി നിനക്ക് കിട്ടുന്ന ഈ കുട്ടി എങ്ങനെ കേടുവന്നു? ആ കേടുവരുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. കൊല്ലു മൗലൂദിയുള്ളതു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും പരിശുദ്ധരാണ്. കേട് കിട്ടുന്നത് ബാപ്പയുമ്മയാണെന്ന് ആദ്യം തന്നെ പറയുന്നത്, നാട്ടുകാരാണെന്നല്ല. ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബാപ്പാക്കും മക്കൾ. അതിന് ആർക്കും കൈ നൽകാൻ പറ്റില്ല. എല്ലാവരും എന്താ പറയുക, എന്റെ കുട്ടി എങ്ങനെയും ചെയ്യില്ല, ഞാൻ അങ്ങനെയും ചെയ്യാറില്ല. അത് പള്ളി പറഞ്ഞാൽ മതി, അള്ളാഹിനോട് പറയാൻ പറ്റില്ല. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ കുട്ടി ഇങ്ങനെ ആയതിന്റെ പിന്നിൽ ബാപ്പാക്ക് വലിയ പങ്കുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരിൽ ഒരാളായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലറിന്റെ ചരിത്രം പരിശോധിച്ചിട്ട് അച്ഛൻ മഹാധികാരിയും മകനെ വെറുതെ തല്ലുന്ന ആളെ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഹിറ്റ്ലർ തല്ലും. അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പെങ്ങള് അമ്മായി വളരെ ക്രൂരമായിട്ട് ഹിറ്റ്ലറിന്റെ കുട്ടിക്കാലത്ത് കൈകാര്യം ചെയ്തു. ഹിറ്റ്ലറിന് ലോകത്ത് ആരോടെങ്കിലും ഒരംശം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വന്തം അമ്മയോട് മാത്രമായിരുന്നു. അമ്മ കാരുണ്യത്തോടുകൂടിയായിരുന്നു അവനെ നോക്കി. നമുക്ക് ഒരു മനുഷ്യൻ ക്രൂരനായതിന്റെ പിന്നിൽ അച്ഛന്റെ പങ്ക്, അമ്മാവിയുടെ പങ്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്വന്തം മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്തുക. ഈ ക്യാമ്പസ് സമ്മേളനം മനസ്സിലെ ഒരു വലിയ പെരുന്നാളായിട്ട് മനസ്സിൽ കരുതുക. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തുടങ്ങി ഒരു 3:30 മണിയോടുകൂടി അവസാനിക്കുന്ന ക്യാമ്പസ്. അത്രയും കുറഞ്ഞ സമയം നമ്മുടെ മക്കൾ അവിടെ കൊണ്ടേറ്റി കൊടുക്കുക. ഉപകാരപ്പെടാതിരിക്കില്ല. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവരും തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മത്സരയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നു, ആ തിന്മകളിൽ ഒന്നും നമ്മുടെ മക്കൾ പെടാതിരിക്കുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കൂടെ യാത്ര പോവുക, അവരുടെ കൂടെ ടൂർ പോകാൻ പറ്റി അവരുടെ കൂടെ ടൂർ പോവുക. എല്ലാ കാര്യങ്ങളും അന്ന് അനുവദിച്ചതിന് അവരുടെ കൂടെ നിൽക്കുക. അവരെ നമ്മളെ മക്കളായി നെഞ്ചോട് ചേർത്ത് വെക്കുക. അവരുടെ ഉള്ളം കൈ പിടിച്ച് തലോടുക, അവർക്ക് കവളിൽ ഉമ്മ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യന്മാരും നല്ല പിതാക്കന്മാരും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസർ നമസ്കാരം കഴിഞ്ഞ് നേരെ പോയത് ഫാത്തിമയുടെയും മകൻ ഇബ്രാഹിമിന്റെയും ഒക്കെ അടുത്തായിരുന്നു.
മക്കളെ കാണും, എന്നും അവർക്ക് ചുംബനം കൊടുക്കും, എന്നും അവരോട് സലാം പറയും, എന്നും അവരുടെ വിശേഷത്തിൽ ഇടപെടും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ നബി. നമ്മുടെ നബിയേക്കാൾ തിരക്കൊന്നും നമുക്കാർക്കില്ല. രാഷ്ട്രത്തിന്റെ മഹാനായകനായിട്ടും അതൊക്കെ റസൂൽ ചെയ്തു. അങ്ങനെ നബിയുടെ മാതൃക പിൻപറ്റുന്ന മുത്തക്കികളിൽ അല്ലാഹു നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിലും വിവിധ രാജ്യങ്ങളിലൊക്കെ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ലഘൂകരണം ഉണ്ടാകുമാറാകട്ടെ. ക്രൂരന്മാരുടെ കൈക്ക് അല്ലാഹു പിടിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.